ഹലോ ഓൾ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വെക്കേഷൻ ടൈമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫ്രീ ആയിട്ടുള്ള സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ഇപ്പോൾ സ്റ്റഡീസിനായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു മെൻ്റൽ റിലാക്സേഷന് വേണ്ടിയിട്ടോ ഫിസിക്കൽ റിലാക്സേഷന് വേണ്ടിയിട്ടോ നമുക്കത് എങ്ങനെ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് ടിപ്സാണ്. നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ കാര്യങ്ങളെങ്കിലും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളിയായിരിക്കും. കാരണം ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന ആളാണ് അടിപൊളി, അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മൾ പല കാര്യങ്ങളും തുടങ്ങി വെക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളായാലും കുറേ കാര്യങ്ങൾ വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കാറുണ്ട്. തുടങ്ങി വെക്കാൻ എല്ലാ കാര്യങ്ങളും ഈസിയാണ്, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പകുതിക്ക് വെച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ വരുന്ന കണ്ടൻറ്റ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിലാക്സേഷനും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പഠിക്കാനോ നിങ്ങളെ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ചാനലിലൂടെ വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ ചാനലിൽ വരുന്ന കാര്യങ്ങൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്തുകൊണ്ടാണ് പകുതിക്ക് വെച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റ് തന്നെ. നമുക്ക് എല്ലാം തുടങ്ങി വെക്കാൻ ഈസിയാണ്, പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങളിൽ പലരും ചിലപ്പം എന്തെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. എടുത്തിട്ടില്ല, നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ, കാരണം ന്യൂ ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ ജനുവരി ആയി, പിന്നെ നമ്മുടെ മോഡൽ എക്സാം, പബ്ലിക് എക്സാം ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റഡീസിൻ്റെ തിരക്ക് കാരണം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പകുതിക്ക് വെച്ച് പോയിട്ടുള്ള നിങ്ങളുടെ റെസൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് ആദ്യം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയ കാര്യങ്ങളിലേക്ക് തുടങ്ങാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം എക്സസൈസ് ചെയ്യാൻ നിങ്ങൾ റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിളാണ്, ഞാൻ നല്ലപോലെ എക്സസൈസ് ചെയ്യും എന്നുള്ളൊരു റെസൊല്യൂഷൻ എടുത്തു, പക്ഷേ എക്സാം ആയത് കാരണം നിങ്ങൾക്ക് ജിമ്മിൽ പോകാനോ നിങ്ങളുടെ ഡയറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. അത് ഇപ്പോൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് ആക്കാൻ പറ്റിയ സമയമാണ്. ഓക്കെ, കാരണം നമ്മൾ കേട്ടിട്ടുണ്ട്, ഏതൊരു കാര്യം നമ്മൾ 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ഹാബിറ്റായിട്ട് മാറും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതൊരു കാര്യം ചെയ്യാം. രണ്ടാമതായിട്ട് ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അഡിക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻക്ലൂഡിങ് മിസ്സിനും ഉള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ ഈ ഫോൺ അഡിക്ഷൻ നമുക്ക് ഈ വെക്കേഷൻ ടൈമിൽ ഇല്ലാത്ത ആൾക്കാർക്ക് ഉണ്ടാക്കാനും പറ്റും, ആൻഡ് ഉള്ള കാര്യം നമുക്ക് ഒഴിവാക്കാനും പറ്റും. കാരണം ചിലപ്പോൾ ഫോൺ അഡിക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ടൈമിലോ അല്ലെങ്കിൽ സ്കൂൾ ടൈമിലോ നിങ്ങൾക്ക് ഉണ്ടായത് ചിലപ്പോൾ നമ്മൾ ഓവർ ക്ലാസ്സുകളൊക്കെ കാണുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ യൂട്യൂബിലൂടെയൊക്കെ ആയിരിക്കും. അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ വഴുതിപ്പോയി സോഷ്യൽ മീഡിയയിൽ എത്തിയതാവാം. അപ്പോൾ നിങ്ങൾക്ക് അതിപ്പം മാറ്റാനുള്ളൊരു സമയമാണ്. കാരണം ഇപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ക്ലാസ്സുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ അഡിക്ഷൻ മാറ്റാൻ പറ്റുന്നൊരു സമയമാണ്. അത് എങ്ങനെ മാറ്റാമെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അഡിക്ഷൻ വരാൻ നല്ല സാധ്യതയുള്ളൊരു സമയം കൂടെയാണ്. കാരണം വെറുതെ ഇരിക്കുകയാണ്, അപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിലുള്ളത് മൊബൈൽ ഫോൺ ആയിരിക്കും. സോഷ്യൽ മീഡിയ അഡിക്ഷൻ വരാനുള്ളൊരു കാരണം കൂടി ഉണ്ടാകും. അപ്പോൾ ഒരു കാരണവശാലും ഇല്ലാത്തൊരു കാരണം വരുത്തരുത്. ആൻഡ് അഡിക്ഷൻ ഉണ്ട്, സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളത് വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, പക്ഷേ എനിക്ക് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ എന്താണ് ഈ അഡിക്ഷൻ എന്ന് വെച്ചാൽ, സിംപ്ലി നമ്മുടെ ഫോൺ നമ്മളുടെ അടുത്തുണ്ടാകും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്താണ് ആ ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കാനൊരു ടെൻഡൻസി ഉണ്ടാകും. ചിലപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ, ഒരു മെസ്സേജ് ഒന്നും വന്നിട്ടുണ്ടാവില്ല, പക്ഷേ അതിനകത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, പുതിയ പോസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ, ആരുടെയെങ്കിലും സ്റ്റോറി ഉണ്ടോ, റീല് പുതിയത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അങ്ങനെ നമുക്ക് ആരുടെയെങ്കിലും വീഡിയോസ് പുതിയത് വന്നിട്ടുണ്ടോ, അങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് എടുത്ത് നോക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. ഓക്കെ, അത് ഒരു അഡിക്ഷൻ കാറ്റഗറിയിൽ വരുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഫോൺ നോക്കാതെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ, ഒരു ഫീലിംഗ്, നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയുന്നില്ല, ആകെപ്പോടെ ഒരു അങ്ങനെയുള്ളൊരു അവസ്ഥ വരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അഡിക്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ മാറ്റാം, അത് എഫക്റ്റീവ്ലി മാറ്റാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു വെക്കേഷൻ ടൈം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ എക്സാം ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ്സാവുന്ന ഒരു കാര്യമാണ് ഫാമിലി ടൈം. നമ്മുടെ ഫാമിലി ടൈം എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയുള്ള സമയം, നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയുള്ള സമയം, നമ്മുടെ കസിൻസിൻ്റെ കൂടെയുള്ള സമയം, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള സമയം, നമ്മൾ ചിലപ്പോൾ കൂടുതൽ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് മിസ്സായിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അത് മാറ്റാൻ നമുക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്നൊരു സമയമായിരിക്കും ഇപ്പോൾ. നമ്മൾ കൂടുതൽ നേരം അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ ഫോൺ മാറ്റി വെച്ചിട്ട്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ചാർജിലിട്ടിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവരോട് അങ്ങനെ ആകുമ്പോൾ ചാർജിലാണെന്നുള്ളൊരു സമാധാനം ഉണ്ടാകും. അങ്ങനെ പതിയെ അത് നിങ്ങൾക്ക് അത് മാറ്റിക്കൊണ്ടുവരാം, അങ്ങനെ ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു മെയിൻ പ്രശ്നം വരുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചിന്തിക്കുന്നത് എക്സ്പെൻസീവ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പം ട്രാവലിങ്ങിനൊന്നും പറ്റിയൊരു സമയമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാമെന്ന് വെച്ചാൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഭയങ്കര ഇൻ്റർനാഷണൽ ട്രിപ്പൊന്നും പോകണമെന്നല്ല. നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ ബഡ്ജറ്റിലുള്ള എന്തെങ്കിലും ഒരു 2-3 ദിവസത്തെ ട്രിപ്പ്. ആ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഭീകര സ്ഥലങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല. നിങ്ങളുടെ ഫാമിലീൻ്റെ കൂടെയുള്ള ഏതെങ്കിലും ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. വേണമെങ്കിൽ ഇതിലൊരു ബീച്ചാവാം,
ഭയങ്കര ദൂരെയൊന്നും പോകാൻ പറ്റാത്തൊരു സമയമാണെന്നുണ്ടെങ്കിൽ ഉച്ച സമയത്തൊന്നും ബീച്ചിലൊന്നും പോയിരിക്കരുത്. വൈകുന്നേരങ്ങളിൽ അച്ഛനെയും അമ്മേനെയും അല്ലെങ്കിൽ കസിൻസിനൊക്കെ ആയിട്ടൊന്ന് ബീച്ചിലൊക്കെ പോയി അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോൺ അഡിക്ഷൻ മാറ്റാനും നമ്മൾക്ക് കുറച്ചൊരു നമ്മൾ വേറൊരു രീതിയിലേക്ക് നമ്മൾ മാറുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും റീഡിങ് ഹാബിറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ്, പക്ഷേ ഇതുവരെ പറ്റിയിട്ടില്ല, പഠിക്കുന്ന ബുക്ക് അല്ലാതെ വേറെ ഒന്നും നിങ്ങൾ വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിപ്പോൾ വരുത്താൻ പറ്റിയ സമയമാണ്. നിങ്ങൾ ഏതെങ്കിലും വായിക്കുമ്പോൾ തന്നെ വലിയ കട്ടിയുള്ള ബുക്ക് എടുത്ത് വായിക്കണ്ട. നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു കുഞ്ഞു ബുക്ക് സ്റ്റാർട്ട് ചെയ്യുക. ആ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ സഹായിക്കുന്ന ഒരു ബുക്കാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി അതൊന്നും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞു ബുക്കിൽ ഏതെങ്കിലും ഒരു നോവൽ അതിൽ വായിച്ച് തുടങ്ങുക. ഓക്കെ, ഇനി അടുത്തതാണ് ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ക്ലീനിങ്. എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സാവുന്നത് ഈ സമയത്താണ്. ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്തായിക്കോട്ടെ എൻ്റെ റൂം ഭയങ്കര അലങ്കോലമായിരിക്കും, ബുക്സും സാധനങ്ങളും എല്ലാം അലങ്കോലമായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം അത് ഞാൻ മാറ്റുന്നത് എൻ്റെ എക്സാം കഴിഞ്ഞാലുള്ളൊരു സമയത്താണ് ഞാനത് മാറ്റാം. ഇപ്പം നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്തും ഇതേയാണ് അവസ്ഥ. നിങ്ങൾ എക്സാമിന് തിരക്കുന്നത് ആവുന്നത് പോലെ തന്നെ ഞാനും ഭയങ്കര തിരക്കാമേ റൂം ക്ലീൻ ചെയ്യാൻ എനിക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ ഇതെല്ലാം തിരക്കുകളൊക്കെ കഴിഞ്ഞാലാണ് ഞാൻ അത് ചെയ്യാറ്. അപ്പോൾ ക്ലീനിങ് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങളിന്ന് ക്ലീനിങ് ചെയ്ത് നോക്കാം. അതായത് നിങ്ങളുടെ നിങ്ങൾക്ക് വീട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ റൂം ഒന്ന് അടിച്ചൊക്കെ വാരി ഒന്ന് തുടയ്ക്കുകയൊക്കെ ചെയ്ത് നിങ്ങളുടെ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒരു പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് പിന്നെ നിങ്ങളുടെ ബാത്റൂം, ഈ ക്ലീനിങ്ങിന് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇങ്ങനെ നമ്മുടെ റൂം വൃത്തിയാക്കുന്ന സമയത്ത് ഒരു കാര്യം സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ മൈൻഡ് ഒന്ന് വൃത്തിയാകും. ആൻഡ് നമുക്കതൊരു ഫിസിക്കൽ എക്സസൈസ് പോലെ നമുക്ക് ആവുകയും ചെയ്യും. ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റൂമൊക്കെ ക്ലീൻ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾക്ക് തന്നെ എന്തോ നല്ല കാര്യം പോലെ നമുക്ക് തോന്നും. രണ്ടത് ചെയ്യുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം, മൂന്നാമത് ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് കാര്യമായിട്ട് മാറ്റം വരുത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബസ് എന്തായാലും ഇന്ന് പോയിട്ട് എനിക്ക് എൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ബിഫോർ ആൻഡ് ആഫ്റ്ററും ആ ക്ലീനിങ് പ്രോസസ്സൊക്കെ. ഇനി അടുത്തത് എക്സസൈസ്. ഈ പറഞ്ഞതുപോലെ ക്ലീനിങ് ചെയ്യാൻ പറ്റാത്തതുപോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്, തുടങ്ങി വെച്ചിട്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എക്സസൈസ്. എനിക്കത് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പം അതേപോലെ നമുക്ക് അതായത് നമ്മളുടെ ഫിസിക്കൽ മെൻ്റൽ ഒരു സ്റ്റെബിലിറ്റിക്ക് ഏറ്റവും നല്ല കാര്യമാണ് എക്സസൈസ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോയാൽ മാത്രം ഒരു 20 മിനിറ്റ്സ് നിങ്ങളുടെ ഹോൾ ബോഡി ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് ഒന്ന് മൊത്തത്തിലൊന്ന് ഇളകി അല്ലെ, ഒന്ന് നല്ലപോലെ ഒന്ന് സ്വെറ്റൊക്കെ ചെയ്ത് നിങ്ങൾക്ക് തന്നെ ആ ഒരു ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്ന ലെവലിലേക്ക് ഒരു 20 മിനിറ്റ്സ് നിങ്ങൾ എന്ത് എക്സസൈസും ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 20 മിനിറ്റ്സ് നിങ്ങൾ ഒരു എയ്റോബിക് ഡാൻസ് ചെയ്താലും മതി. ഞാൻ പൊതുവേ അതാണ് പ്രിഫർ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നതും അതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതേപോലത്തെ എക്സസൈസ് ആണെങ്കിൽ അതല്ല നിങ്ങൾക്ക് ഫിസിക്കൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ് താല്പര്യം, നിങ്ങൾക്ക് ജിമ്മിൽ പോകാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബോഡിക്കും നല്ലതാണ്, നമ്മളെ മെൻ്റലി ഭയങ്കര നല്ലതായിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, മീ ടൈം കണ്ടുപിടിക്കുക എന്നുള്ളത്. മീ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യും. നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ റീൽസ് കാണുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്താൻ മറന്നു പോകുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടുപിടിക്കാൻ മറന്നുപോയി പോകും. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ. അതായത് അതെങ്ങനെ മീ ടൈം കണ്ടുപിടിക്കുക, നിങ്ങൾ എൻ്റെ ബോഡി നോക്കുക. എൻ്റെ ബോഡി ഭയങ്കര ഫിസിക്കലി ഫിറ്റായിട്ടാണോ ഉള്ളത്, അതല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. എൻ്റെ ഹെയർ, എൻ്റെ സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിട്ടാണോ ഉള്ളത്. അപ്പോൾ നല്ലപോലെ നിങ്ങൾക്ക് ഉള്ളൊരു സമയം കണ്ടുപിടിച്ച് നല്ലപോലെ നമ്മൾ എങ്ങനെ കുളിക്കുക, എക്സാം ടൈമിലൊക്കെ ആകുമ്പോൾ ഭയങ്കര ആശുപൂഷ് കുളിയൊക്കെ ആയിരിക്കും. വേഗം തന്നെ ഷാമ്പൂ ഒന്നും തേച്ച് അല്ല എണ്ണ ഒന്നും തേച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ കുളിയായിരിക്കും. അതിന് പകരം നിങ്ങൾ കുറച്ച് എണ്ണയൊക്കെ ചൂടാക്കി, ഓക്കെ, നിങ്ങൾ എണ്ണ തേക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് സ്കാൽപ്പൊക്കെ നല്ലപോലെ മസാജൊക്കെ ചെയ്ത് ഒരു കുറച്ച് നേരമൊക്കെ വെച്ച് നിങ്ങൾ വെക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ശീലം എങ്ങനെയാണോ അത് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് ചെയ്ത് നിങ്ങളുടെ സ്കാൽപ്പൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് ആൻഡ് നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്താണോ യൂസ് ചെയ്യുന്നത് ആ ബോഡീനെ അറിഞ്ഞ് നമ്മുടെ സ്കിന്നിനെ അറിഞ്ഞ് അവർക്ക് വേണ്ട കുറച്ച് കെയറിങ് ഒക്കെ കൊടുക്കാം. ആൻഡ് നമ്മുടെ സ്കിൻ ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം എണ്ണ തേക്കാൻ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എണ്ണ തേക്കാം. അത് നിങ്ങൾ തേക്കാത്ത ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് തേച്ചിട്ട് കുരുവൊന്നും വരുത്തി വെക്കരുത്. പ്രത്യേകിച്ച് ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ, നിങ്ങളുടെ സ്കിൻ ഹെൽത്തിന്, നിങ്ങളുടെ ബോഡി ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം.
അതൊന്ന്. രണ്ടാമതെന്ന് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പോൾ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ പാട്ട് കേൾക്കുക. ഓക്കെ, നിങ്ങൾ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാം. ഓക്കെ, മെയിനായിട്ട് നമ്മൾ ഈ ഡീമോട്ടിവേറ്റഡ് ആവാനുള്ള ഒരു കാരണം സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയയ്ക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവ്സും ഉണ്ട്. അതായത് നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം കാണുമ്പോൾ നമ്മളെ തന്നെ ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ തോന്നും. ഞാൻ എന്തിനു കൊള്ളാം, ഓക്കെ അവരെ നോക്ക്, അവർക്ക് ഇങ്ങനെയാണ്, അവർക്ക് ഇത്ര പൈസയുണ്ട്, അവരുടെ സ്കിൻ അങ്ങനെയാണ്, അവർക്ക് ഇത്ര ഡ്രസ്സ് ഉണ്ട്. നമ്മളിങ്ങനെ സെൽഫ് നെഗറ്റീവ് അടിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സ് ആലോചിക്കുക, നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണെന്ന് ആലോചിക്കുക. അങ്ങനെ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാനും നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു മീ ടൈം കണ്ടുപിടിക്കുക. ഇനി പറയാൻ പോകുന്ന 3 കാറ്റഗറീസ് നിങ്ങളുടെ പ്രൊഫഷണൽ സ്കിൽസ് എങ്ങനെ ഈ ഒരു വെക്കേഷൻ ടൈമിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. അതിലൊന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഏറ്റവും ഒരു ന്യൂ ലാംഗ്വേജ് പഠിക്കാൻ പറ്റിയൊരു സമയമാണ്. നിങ്ങൾ കുറേ പേരുണ്ടാവും ചിലപ്പോൾ പുതിയ ഭാഷ അറിയാൻ ആഗ്രഹമുള്ളവർ, പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം ഇപ്പോഴായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ കോഴ്സസ് അവൈലബിൾ ആണ്. അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ നമ്മൾ വെറും കുറേ ഇങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷ് ഒന്നും ക്ലാസ്സിൽ പോയതുകൊണ്ട് മാത്രം നമുക്ക് കിട്ടില്ല. നമ്മളത് ഒത്തിരി നമ്മളത് കേട്ട് വേണം, നമ്മളത് സംസാരിച്ച് വേണം അത് ഫ്ലുവൻ്റ് ആവാൻ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇംഗ്ലീഷ് ഫിലിംസോ അങ്ങനത്തെ ഫിലിംസൊക്കെ കണ്ടിട്ട്, നല്ല ഫിലിംസൊക്കെ കണ്ട്, നല്ല പ്രൊനൗൺസിയേഷനുള്ള മൂവീസൊക്കെ കണ്ട് നമുക്കത് ട്രൈ ചെയ്യാം. ഇനി ഹിന്ദി ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ന്യൂ ലാംഗ്വേജ് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സമയമാണ്. ആൻഡ് അതേപോലെ തന്നെ എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സ്കിൽസ് ഉണ്ടാവില്ല, കുറച്ച് പ്രൊഡക്റ്റീവ് ടൂൾസ് പഠിക്കാം. ഞാനത് നിങ്ങളോട് ഇപ്പം തന്നെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കത് ഭയങ്കര അത്യാവശ്യമാണ്. അപ്പം നിങ്ങൾ എത്ര പേർക്ക് നല്ല രീതിയിലൊരു പ്രസൻറ്റേഷൻ PPT തയ്യാറാക്കാൻ അറിയാം? എനിക്കറിയില്ല എത്ര പേർക്ക് അറിയാം. കാരണം നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങളിപ്പോൾ ഒരു +2 സ്റ്റുഡൻ്റ് ആണെങ്കിലും ഒരു 10 സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ അത്രത്തോളം ഭയങ്കര എക്സ്പേർട്ടായിരുന്ന ഒരാളായിരുന്നില്ല. ഞാൻ എക്സാമിനറിൽ വന്നതിന് ശേഷമാണ് ഒരു നല്ല പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചത്. എന്നെ അതിന് പഠിപ്പിച്ചത് നമ്മുടെ സ്വന്തം അലൻ സാറാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങളുടെ ഏറ്റവും നല്ല നമുക്കൊരു ബേസിക് കമ്പ്യൂട്ടർ സ്കിൽസ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ലാപ്ടോപ്പ് കാര്യങ്ങളൊന്നും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സൊക്കെ ചെയ്യാം. അതായത് നമുക്കൊരു കുറച്ച് സമയം കമ്പ്യൂട്ടറായിട്ട് നമ്മളൊന്ന് പരിചയപ്പെടാൻ, ലാപ്ടോപ്പൊക്കെ അങ്ങനെ IT പരമായിട്ട് ഭയങ്കര കോഴ്സുകൾ എന്ന് പറയുന്നത് നല്ല ബേസിക് സ്കിൽസ്, ഇപ്പോൾ പ്രസൻറ്റേഷൻ, എക്സൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാം. അതും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസി, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ വളരെ റീസെൻ്റ് ആയിട്ടാണ് മനസ്സിലാക്കിയത്. അത് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ സ്വന്തം അലൻ സാറിൻ്റെയും അലക്സ് സാറിൻ്റെയും ചാനലിലൂടെയാണ്. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫിനാൻസ് വിത്ത് അലൻ ആൻഡ് അലക്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. അത് നോക്കിയപ്പോഴാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്. നമ്മുടെ കുട്ടികൾ എത്രയോ നേരത്തെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ കുറേ വീഡിയോസിലുള്ള കമൻസിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി. ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യണം. അപ്പോൾ അത് അങ്ങനെ ഫിനാൻഷ്യൽ ലിറ്ററസി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ആ ചാനലിലൂടെ എൻ്റെ ഈ പ്രായത്തിലാണ് മനസ്സിലാക്കിയത്. അത് നിങ്ങൾ അറിയണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണത്. അതിപ്പോഴേ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് പറ്റുന്നൊരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല വിവരവും വിദ്യാഭ്യാസവും ഉണ്ടാകുമ്പോൾ നിങ്ങളത് ചെയ്യാം. ഓക്കെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ചാനലിലൂടെ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് പറ്റിയ കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോഴേ പോയി ഇൻവെസ്റ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഫിനാൻഷ്യൽ ലിറ്ററസി, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഇനി ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്കിൽസ്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ പുതിയൊരു മ്യൂസിക് പഠിക്കാൻ താല്പര്യമുണ്ട്, അങ്ങനെ മ്യൂസിക് പഠിക്കാൻ താല്പര്യമുള്ള മക്കളാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫോട്ടോഗ്രാഫിക് സ്കിൽസ് ഉള്ളവരാണ്, നല്ല ഫോട്ടോസ് എടുക്കാനും അല്ല അതിനൊക്കെ നല്ല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭാവി എവിടെയായിരിക്കണേ നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മളുടെ ലേണിംഗ് വൈസ് ആയിരിക്കും, നമ്മൾ പഠിക്കുന്ന കോഴ്സ് പരമായിട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ക്രിയേറ്റീവ് സ്കിൽസ് ആയിരിക്കും നമ്മളെവിടെ എത്തിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു അഡീഷണൽ സ്കിൽ, ഒരു ബാക്കപ്പ് പ്ലാൻ പോലെ ഉണ്ടാകുന്നത് വളരെ നല്ലതായിരിക്കും. ചിലപ്പോൾ ലാംഗ്വേജിലായിരിക്കാം, ചിലപ്പോൾ മ്യൂസിക്കിലായിരിക്കാം, ചിലപ്പോൾ ഫോട്ടോഗ്രാഫിയിലായിരിക്കാം. ഇനി അതല്ല നിങ്ങൾ എഴുതാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. ഇനി നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കൂടുതൽ താല്പര്യമുള്ളവരാണ്, നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും പല വീഡിയോസിൽ, പല ലൈവിലൊക്കെ അലൻ സാർ പറഞ്ഞിട്ട്. അപ്പോൾ അലൻ സാർ കുഞ്ഞിലേ മുതൽ ഈ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് സാർ അത് പഠിക്കുമായിരുന്നു. അപ്പോൾ സാറിൻ്റെ അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ സാർ നന്നായിട്ട് എഡിറ്റ് ചെയ്യും. പിന്നെ ടെക്നിക്കലി സാറിന് ഒത്തിരി കാര്യങ്ങൾ അറിയാം. അപ്പോൾ അങ്ങനത്തെ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് പഠിക്കാം. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്കിൽസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയൊരു സമയമാണ്. ഇനി അതുമല്ല, നിങ്ങൾ കുറച്ച് ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, ഞാൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമ്മുടെ ഈ ഒരു പഠിപ്പിക്കൽ കാര്യങ്ങളിലേക്ക് എത്തിയപ്പോൾ നിന്ന് പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്, നിങ്ങൾക്ക് അതിനൊരു സമയം കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ പൂച്ചെടികളൊക്കെ ഗാർഡനിങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മളൊരു പൂവ് പുതിയതായിട്ട് വിരിയുന്നത് കാണുമ്പോൾ അല്ലേ, അത് നമുക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്, നമ്മളൊരു കുഞ്ഞ് ജനിക്കുന്നൊരു ഫീലിംഗ്
ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാവുക എന്ന് പറയാറുണ്ട്. ഒരു പുതിയൊരു സാധനം ഉണ്ടാവുമല്ലേ, അപ്പോൾ അത് നമുക്ക് വേറെ ലെവൽ സന്തോഷമാണ് തരാം. അങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഇത്ര അധികം ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഏത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇതിൽ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ വെക്കേഷൻ നിങ്ങൾ എഫക്റ്റീവ്ലി യൂസ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. പോയിന്റ്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഇതേപോലത്തെ എന്ത് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.